വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് എല്ലാം കൂടിയായിട്ട് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ മേക്കപ്പ് ഇട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹെയർ ബാൻഡ്സിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണം, മെറ്റീരിയൽസ്, പിന്നെ ഇവരുടെ അനിയത്തിനെ കൊണ്ടുവരാൻ പോകണം, അനിയത്തിമാരെ. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയിട്ടാണ്. ഈ സുട്രൂസ് എന്തോ കൊടുത്ത് വയലിട്ട് തിങ്ങണം. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രസ് കാണാതെ വേണം നമുക്ക് പോകാനും യാത്ര ആവാനും ഒക്കെ. കണ്ടോ, അത് കാരണല്ല ഗേറ്റിന്റെ ഇതല്ല വേറെയാ. ഗേറ്റിന്റെ ചാവി എടുത്തിട്ടാണ് ഇവിടെ ഒരുത്തൻ കാറ് തുറക്കണം. കണ്ടോ, ഇതെന്തിന്റെ ചാവി വാവ? ഇത് ഗേറ്റിന്റെ ചാവിയല്ലേ? പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ. അത് വെയിലും ഇല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അത് കാരണമാണ് വീഡിയോ ഒക്കെ ഒരു ഡള്ളായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് പുറത്ത് പോകാനായിട്ട് ഈ ക്ലൈമറ്റ് ആയിരിക്കും നല്ലത്. വെയിലുണ്ടാവില്ല. അപ്പം നമ്മൾ ബസ്സിലാണ് പോണേ. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ക്ലൈമറ്റ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആവുക. അപ്പം നമുക്ക് ഇതാ ഇവരിവിടെ ഇവിടുന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ പോയി യാത്ര ആയിക്കോട്ടെ. ഒക്കെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മോടൊന്ന് സ്കൂട്ടിങ്ങ് ബസ് സ്റ്റോപ്പ് വരെ ആക്കാൻ വേണ്ടി പറയാം കേട്ടോ. കാരണം നടക്കുന്നു പോകാനായിട്ട് അത്യാവശ്യം വഴിയുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിൽ പോകാനായിട്ടാട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. കറക്റ്റ് 12:45 സമയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം. അപ്പം അമ്മ എന്തായാലും അയ്യം കൂടി വരെ കൊണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വരുമോ? ഇത്ര സ്ഥലമല്ലേ, അമ്മ രണ്ടാളെ ഇറക്കിയിട്ട് വായോ. അപ്പോൾ അവരെന്തായാലും അവിടെ വരെ എത്തിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. നമുക്ക് എപ്പോഴേക്കും പതുക്കെ നടക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ പാട്ടൊക്കെ പാടി നടക്കാട്ടെ. നമുക്ക് ബസ് കയറാനാണെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. റോഡൊക്കെ പൊളിച്ചിട്ടേക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പോൾ കാറ്റിൻ്റെ ടൈമാണല്ലോ. അപ്പോൾ കാറ്റ് വീശുമ്പോൾ എനിക്ക് ഇങ്ങനെ മരങ്ങളുടെ ഉള്ളിൽ കൂടെ പേടിയാതെങ്ങാനും പിരിഞ്ഞു പൊളിഞ്ഞ് തലയ്ക്ക് വീഴുമെന്ന്. അപ്പോഴത്തേനും അമ്മ വന്നു. അമ്മയുടെ വേഷം നോക്കണ്ട, അമ്മ ഉറാല പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എന്നെയും കൊണ്ടാക്കി. അപ്പം ഞാനിത് വേഗം തന്നെ വലിഞ്ഞ് കയറുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ അത്ര നല്ല വെയിലൊന്നും ഇല്ലെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് പോകാറുമ്പോഴത്തേനും അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇവരെ പകുതിക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവിടെ തന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ കയറുന്നിടത്തേക്ക് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടക്കാം. റോഡൊക്കെ ശോചനീയ അവസ്ഥയാണ്. നമുക്ക് അവിടേക്ക് എത്തണം കേട്ടോ. അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ആൾക്കാരെ കണ്ട അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കാട്ടോ. ബസ്സൊന്നും കാണാതെ അങ്ങനത്തെ കണക്കിന് ബസ്സൊക്കെ കയറി സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ ഇങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ ബസ്സിലിപ്പോൾ പോയിട്ട് കുറച്ച് നാളായിട്ടില്ല ബസ്സിലൊക്കെ. ഇതിപ്പോൾ നമ്മൾ ശക്തനിലെ ബസ് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഓട്ടോ വിളിച്ച ഫസ്റ്റ് ഫെജിയിലോട്ട് പോവാം. അപ്പോഴത്തേനും അവർ വരും. അപ്പോൾ പിന്നെ അവർ എടുത്ത് വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിക്കാനായിട്ട് ഫസ്റ്റ് കിടക്കുന്ന ഓട്ടോയ്ക്ക് പോവാം കേട്ടോ. പിന്നെ ഓട്ടോയ്ക്ക് വിളിച്ച് അങ്ങനെ നമ്മളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫെജിയിൽ നിന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് TR ഉണ്ടാക്കുന്ന ഫ്ലവറാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും നോക്കേണ്ട, വേഗം തന്നെ ഫ്ലവർ എടുത്തിട്ട് വേഗം തന്നെ പോകണം. കാരണം അപ്പോഴത്തേനും അവരവിടെ എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഫ്ലവർ നോക്കുകയാണ്.
അങ്ങനെ നമുക്ക് ഫ്ലവറൊക്കെ കിട്ടിയിട്ടാണ്. അപ്പം ഞാൻ നോക്കുകയാണ് ഇതാണോ ഭംഗിയത് അതാണോ ഭംഗിയെന്ന്. അങ്ങനെ ആ ഫ്ലവറൊക്കെ സെലക്ട് ചെയ്ത് അപ്പോഴേക്കും അവരവിടെ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം കൂടുതലൊന്നും നിന്നില്ല, വേഗം തന്നെ ആ ഫ്ലവറൊക്കെ എടുത്ത് വേഗം തന്നെ അവിടുത്തെ സ്ഥലം വിട്ടു ഓട്ടോ വിളിച്ച് അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരെ ശക്തി സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ടാണ് വന്ന് നിൽക്കണ്ടെന്നാ പറഞ്ഞിട്ടാ. കുറച്ച് നേരമായി വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടാ. അപ്പം ഇനി അപ്പം നമുക്ക് അവരെ അടുത്തേക്ക് പോവാം. അങ്ങനെ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവരെ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു വണ്ടിയിൽ നിന്ന് ഇറങ്ങി പൈസ ഒക്കെ കൊടുത്ത് അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അവരുടെ കയ്യിൽ വലിയ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അധികം വൈകണ്ടല്ലോ നമുക്ക് ബസ്സും കിട്ടിയിട്ടാ. ബസ്സിലാണ് നമുക്ക് സീറ്റ് കിട്ടാണ്ട് നമുക്ക് അത്യാവശ്യം ഒരു 10-25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ പറയാണ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് ബസ്സൊക്കെ വന്ന് ബസ്സിൽ പിന്നെ നമുക്ക് ബസ്സിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം തിരക്കുള്ള കാരണം നമുക്ക് ഇങ്ങോട്ട് വന്ന പോലെയല്ല, ഇന്ന് എൻ്റെ വന്നു പകുതി വരെ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവരെ വീട്ടിൽ ആ സ്റ്റോപ്പിൽ ഇറക്കി വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ചേട്ടൻ്റെ കല്യാണമാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി ഞാൻ അവളും കൂടെ ഇറങ്ങിയതാട്ടോ. എന്നിട്ട് അതൊക്കെ ശരിയായി തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്രൂട്ട് കിട്ടിയതാട്ടോ. അവിടെ റോട്ടിൽ നിൽക്കണ്ടായ മരമാണ്. അപ്പോൾ ഞങ്ങളത് പറിച്ച് ടേസ്റ്റ് നോക്കിയതാണ്, പൊട്ടയാണ്. അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ തുപ്പി കളഞ്ഞു കേട്ടോ. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല. നമ്മുടെ പീനട്ടിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അവിടെ എനിക്ക് അടുത്ത ഫ്രൂട്ട് കാണിച്ചു റോട്ടിൽ കിടക്കണം റബ്ബറുങ്കായ. അപ്പോൾ അതാ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് കിട്ടിയിട്ടാ. ഇനി കുറച്ചും കൂടി ഉണ്ട്, അത് നാളെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവൾക്ക് എന്താ മെയിനായിട്ടുള്ള റീസൺ, ഇവൾക്ക് മൂക്ക് കുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ആൾക്ക് മൂക്കും കുത്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഈ നടക്കുന്നത് കേട്ടോ. നടന്ന് ഫസ്റ്റൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ പകുതി ആയപ്പോഴത്തേന് അയ്യോ വയ്യാതെ അങ്ങനെ നമ്മൾ പിന്നെ അവൾക്ക് മൂക്കുത്താൻ വേണ്ടി പോവാണ് കേട്ടോ. കയറിപ്പോയി പൊസിഷൻ അതെല്ലാം മതിയല്ലോ. അമ്മേ അയ്യോ മൂക്കുത്തി കുട്ടി. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങാൻ വന്നാക്കാട്ടാ. കുട്ടി മൂക്കുത്തണക്കാൻ മുന്നേ വേദനയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വേദനയില്ലേ, ഇപ്പോൾ വേദനയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയിട്ടാ. വീട് എത്താറായപ്പോൾ അമ്മേനെ വിളിച്ചു, നടന്നു വയ്യാതെ തന്നെ. അപ്പോൾ അമ്മ വന്ന് ഞങ്ങളവിടെ എത്തിച്ചു. പിന്നെ ഞാൻ വേഗം തന്നെ ഉണ്ണീൻ്റെ അടുത്തേക്ക് പോവാട്ടാ. ഉണ്ണീനെയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചപ്പോൾ അവൻ മൈൻഡ് ചെയ്തില്ല. അവൻ അങ്ങനെയാണ്, നമ്മളിപ്പോൾ പുറത്ത് അവനെ കൊണ്ടുപോകാണ്ട് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ കുറച്ചിടത്തേക്ക് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഞാൻ വലിയ ഷോയ്ക്കിട്ട് അവനൊക്കെ വിളിക്കുന്നുണ്ട്, എവിടെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കുട്ടി. അമ്മ എന്തിട്ടാ കൊണ്ടുവന്നാക്കണേന്ന് അറിയോ വാവയ്ക്ക്? എന്തിട്ടാ ചെണ്ടവിടെ വാവ എവിടെയായിരുന്നു? മാവ എവിടെയായിരുന്നു? മഞ്ചെടുത്തടിയൊക്കെ പറയുന്നു. ആ തലസലാണ്. അവ എന്നാ അമ്മയുടെ ഒളിപ്പിച്ചു വെച്ചോ പിന്നെ ഓർത്താ മതി. ടാങ്കി പറഞ്ഞില്ലല്ലോ, ടാങ്കി പറ. ഇഷ്ടായാ തിന്നോ? തിന്നോ? അമ്മയുടെ വാവ അമ്മേനെ കാണാണ്ട് കരഞ്ഞോ? എങ്ങനെയാ കരഞ്ഞേ? മേമമാർക്കൊക്കെ കൊടുത്തേ, മിന്നിനും മിട്ടിനും കൊച്ചു കൊത്തേ, മിന്നിനും മിട്ടിനും കൊടുത്തേ, കൊടുക്കും മിന്നിനും മിട്ടിനും. നമ്മളാകെ എന്താ പറയാ വയ്യാതെ ആയിട്ടാ. ഇവനോട് പിണങ്ങിട്ട് ഇരിക്കണം. എന്താ ഇവളെ പിണങ്ങിട്ട് ഇരിച്ചെന്തല്ല വാവാ? എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ, കൈ കൊണ്ട് ഹായ് പറഞ്ഞോ? കൈ കൊണ്ട് ഹായ് പറ എല്ലാവർക്കും. പൊന്നോ ബാക്കി പിക്കറ്റ് പാപ്പ വാങ്ങിയിട്ടുണ്ട്, റെക്ക് പാപ്പ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വന്ന പാടത്തിന് ചായയൊക്കെ കുടിച്ച് ടിയാറ ഉണ്ടാക്കാനിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് നാളത്തേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇരുന്നില്ലെങ്കിൽ കഴിയില്ല. അപ്പോൾ വേഗം തന്നെ അതിൻ്റെ ഇരുന്ന് അതിൻ്റെ വർക്ക് തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്ക് കല്യാണമുണ്ട് ചേട്ടൻ്റെ. അപ്പോൾ ആ ചേട്ടൻ കല്യാണത്തിൻ്റെ ഡാൻസൊക്കെ പ്രാക്ടീസാണ് അവിടെ. വൈകിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഉണ്ണിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാൻസിന് മാരേജിൻ്റെ എല്ലാത്തിനും വീഡിയോസൊക്കെ നമ്മൾ വരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.